ഇത് മാത്രം എന്താന്നോ ഇങ്ങനെ ആയിപ്പോയെ. ഞാൻ അധികം ഒന്നും ലച്ചുനോട് പറയാറില്ല. ഈയിടെയായിട്ടേ ലച്ചുന് ഭയങ്കര ദേഷ്യം വന്നേ. അത് ഈയിടെയായിട്ടൊന്നുമില്ല, ചേച്ചിക്ക് പണ്ടേ വല്ല ഭയങ്കര ദേഷ്യം. സംസാരത്തിനൊന്നും ഒരു ബന്ധമില്ല, എന്തോ വശപശക്ക്. അയ്യോ, ഞാൻ എന്റെ ചേച്ചിയെ കാണാൻ തുടങ്ങിയ കാലം മുതല് ചേച്ചിയുടെ സംസാരത്തിന് ഒരു ബന്ധവും ഞാൻ കണ്ടിട്ടില്ല. കേശു, നീ ചുമ്മാ അറിയാത്തവരൊക്കെ സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. അവളെന്റെ ഭാര്യ. അവള് എന്റെ ഭാര്യ എന്നതിന് മുമ്പ് അതെന്റെ ചേച്ചിയാണ്. അതുകൊണ്ട് എനിക്ക് അതിൽ വൃത്തിക്ക് അറിയാം. വൃത്തിക്ക് അറിയാന്ന് പറഞ്ഞാൽ എന്തോന്ന് അറിയാം? എടാ, അറിയാമെണ്ണ അറിയണം, എന്നാലും അറിയാൻ പറ്റത്തുള്ളൂ. അറിയാമണ്ട അറിയണമെന്നാ? ആളെ അറിയാമണ്ട അറിഞ്ഞ കാര്യമൊന്നും എന്നോട് പറയല്ലേ. കെട്ടി 3 വെള്ളിയാഴ്ച ചെയ്യുന്നതിന് മുമ്പ് ഗൾഫിൽ പോയ ടീമായി പറയണം. നീ എപ്പോഴും എന്താ വെള്ളിയാഴ്ചയുടെ കഥ പറയുന്നത്? എന്തോ ഇത്ര സ്പെഷ്യൽ വെള്ളിയാഴ്ചക്ക്? ഒരു കാര്യം ചെയ്യാൻ ശനിയാഴ്ചയുടെ കാര്യം പറയാം. ശനിയാഴ്ച പറ. അല്ല പിന്നെ ഞായറാഴ്ച പറയും. എടാ, കൂടുതൽ നീ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ പഞ്ച് തരും കേട്ടോ. നിർത്ത്. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ? സിദ്ധുനോട് സോറി പറ. അമ്മമ്മ, അവൻ സോറി പറയേണ്ട കാര്യമൊന്നുമില്ല. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് തന്നെയാ. പിന്നെ ദേഷ്യം വന്നപ്പോ ഞാൻ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അല്ലേ സോറി അല്ലേ? അതെ, ഈ കാര്യമൊക്കെ ഒന്ന് വിടുവോ? ചേച്ചിക്ക് ഇപ്പൊ എന്താണ് പ്രശ്നം? என்ன ஆச்சுன்னெல்லாம் எனக்கு தெரியல. ஆனா உள்ள போய் போன்ல பேசிட்டே இருக்கா. ചേച്ചിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ ദേഷ്യ. ഞാനിപ്പോ വല്ല മിണ്ടാൻ പോയി കഴിഞ്ഞാൽ എന്നെ പഞ്ഞിക്കിടും. എന്റെ പൊന്നളിയാ, സത്യം പറയല്ലേ, ചില സമയം ലച്ചേച്ചൊരു സ്വഭാവം വേറും കൂറയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, എന്നെ പിടിച്ചെടുത്ത് മൂക്കാൻ വേണ്ട നോക്കി 2 എണ്ണം. എന്തേ എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. നിനക്ക് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, അത് ഞാൻ ഇപ്പൊ എടുത്തുതരാം. ശിവ, കേശുവേ, എനിക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു. കനകം, അടുപ്പായിരുന്നു നോക്കിയായിരുന്നോ? നോക്കാം. എന്നെ കണ്ടപ്പോഴേക്കും എല്ലാരും നൈസായിട്ട് മുങ്ങിയല്ലേ? ലച്ചുവിനെ ആരും മണ്ടിയാക്കാതൊന്നും വിചാരിക്കണ്ട. എന്തേ വായില് നാക്കില്ലേ? വായിക്കാത്ത നാക്കുണ്ട്. ഞാനേ നാക്ക് കാണിച്ചോണ്ട് ഈ വഴി കിടന്ന് ഓടട്ടെ. ഭയങ്കര വാക്ക് സാമർത്ഥ്യാണല്ലോ. നിന്റെ അത്രയും സാമർത്ഥ്യം എനിക്കില്ല. എന്താണ് കൂടുതൽ സംസാരിച്ചോണ്ട് അള്ളി പറക്കി ഞാൻ നോക്കിയോ. ലജുസേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. മിനിമം ഒരു ദിവസമെങ്കിലും നിനക്കൊന്ന് നോർമൽ ആയിട്ടിരിക്കാൻ പറ്റില്ല? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ നീ? സൗണ്ട് താഴ്ത്തി സംസാരിച്ചോളണം. സൗണ്ട് താഴ്ത്തി സംസാരിക്കാൻ ഇത് കോടതിയൊന്നും അല്ലല്ലോ. ഇത് കോടതി തന്നെയാ. ഞാനാണ് ഇവിടുത്തെ ജഡ്ജി. ജഡ്ജി വന്നേക്കുന്നു. അതെ, ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കും, അതിൽ കറക്റ്റ് ആയിട്ട് മറുപടി ഇങ്ങ് പറയണം. എങ്ങനെ? ഞാൻ കുറച്ച് ചോദ്യം അങ്ങോട്ട് ചോദിക്കും, അതിന് കറക്റ്റ് മറുപടി പറയണം. ചോദിക്ക്. നീ എവിടെ പോയതാ? ചോദിച്ചത് കേട്ടില്ലേ? എവിടെ പോയതാന്ന്? ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയതാ. ഏത് ഫ്രണ്ടിന്റെ വീട്ടില്? അവിടെ അടുത്തുള്ളൊരു ഫ്രണ്ടാ, കേരളത്തിൽ തന്നെ ഉള്ളതാ. എന്താ സ്ഥലപ്പേരില്ല? തുറവൂര്. പോയപ്പോ എന്താ എന്റെ കൂട്ടാനെ? ഞാൻ വിളിക്കുന്നിടത്തൊക്കെ നീ എന്റെ കൂടെ വരാറുണ്ടോ? അപ്പം ഇതിപ്പോ അർജന്റായോണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയതാ. ഫ്രണ്ടിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ പോയപ്പം അവിടെ അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നു. എന്താ അവിടെ വേറെ ആരുമില്ല? വേറെ ആരും ഞാൻ കണ്ടില്ല. ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേര് നവീൻ. അവസാനത്തെ ഒരേ ഒരു ചോദ്യം, നിന്റെ ഷർട്ടില് ലിപ്സ്റ്റിക് ആണെന്നാ പറ്റിയേ? നിന്റെ ഷർട്ടില് ലിപ്സ്റ്റിക് എവിടെന്നാ പറ്റിയേ? ലിപ്സ്റ്റിക്കാ? ഏത് ലിപ്സ്റ്റിക്? ആരുടെ ലിപ്സ്റ്റിക്? നീ കാണാൻ പോയത് നവീനെയാണോ അതോ നവീണയാണോ? ഏത് നവീണ? നീ എന്തൊക്കെ പറഞ്ഞല്ലേ ചൂസേ? മര്യാദക്ക് സത്യം പറഞ്ഞു. എന്തോന്നു? എന്താടാ? അപ്പൊ നീ പറയില്ല അല്ലേ? പറയിപ്പിക്കാനേ എനിക്കറിയാം.
ലിപ്സ്റ്റിക്, ആടെ ലിപ്സ്റ്റിക്. ലെച്ചൂസ്, ലെച്ചു, ലെച്ചൂസേ. ലച്ചു നേരത്തെ എന്റെ അടുത്ത് അവിടെ വെച്ചിട്ടേ ലിപ്സ്റ്റിക് എന്നോ നവീനാന്നോ എന്തൊക്കെയോ പറഞ്ഞില്ലായിരുന്നോ? എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ല? ഇല്ല, മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഉപദ്രവിക്കരുത്. ഞാനൊരു പെണ്ണാ. ലിപ്സ്റ്റിക് കണ്ട എനിക്ക് മനസ്സിലാവും. ഇനി അത് ലിപ്സ്റ്റിക് അല്ല വേറെ എന്തെങ്കിലും സാധനമാന്നൊക്കെ പറഞ്ഞ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ നോക്കിയ ലിപ്സ്റ്റിക് എവിടെ ഞാൻ കണ്ടിട്ടില്ല. കാണിച്ചതാ, കാണിച്ചതാ. എന്റെ ഷർട്ടല്ലേ? ലിപ്സ്റ്റിക്കാ? ഇടി, ഇത് നിന്റെ ലിപ്സ്റ്റിക് ആയിരിക്കും. ഇതുകൊണ്ട് തലയ്ക്കൊന്നും തന്നാണ്ടല്ലോ, കെട്ടിയോനാന്ന് ഞാൻ നോക്കൂല. ഇതെനിക്ക് എവിടെ നിന്ന് പറ്റിയത് അറിയത്തില്ലെന്ന്. എനിക്ക് അറിയില്ല. ശബ്ദം താഴ്ത്തി സംസാരിച്ചോളാം. എനിക്ക് സത്യമായിട്ട് ഇത് അറിയത്തില്ല എവിടെ നിന്ന് പറ്റിയെന്നുള്ള കാര്യം. അഭ്യാസം ഇറക്കണം നീ. എനിക്കറിയില്ല. സിദ്ധു, നിനക്കൊരു വിചാരമുണ്ട് നീ വലിയ സുന്ദരനാണെന്നും മാന്യനാണെന്നൊക്കെ. പിന്നെ എന്റെ ലജ്ജൂസ് പറ, ഞാൻ സുന്ദരനാണോ അതോ മാന്യനാണോ? സുന്ദരൻ മോന്തടിച്ച് ഷേപ്പ് വാച്ച് ഞാൻ. നല്ല പ്രശ്നം കേട്ടാ. സിദ്ധുവിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനമാവും. സിദ്ധു മര്യാദയ്ക്ക് സത്യം പറഞ്ഞു, എന്റെ കൺട്രോള് പോയിരിക്കുക. എങ്കിൽ പിന്നെ ആ സത്യം പറയാല്ലേ. ഒരു ദുർബല നിമിഷത്തിലെ അതങ്ങ് സംഭവിച്ചു. പക്ഷെ എന്റെ മനസ്സിൽ ലജ്ജൂസ് മാത്രമേ ഉള്ളൂ. സിദ്ധു, സോറി, ഒരു തെറ്റ് പറ്റിപ്പോ എന്നെ ഉപേക്ഷിക്കും പ്ലീസ്, പ്ലീസ്, പ്ലീസ്. ഞാൻ തമാശ പറഞ്ഞതാ. എനിക്ക് ലിപ്സ്റ്റിക് എവിടെ അറിയത്തില്ല. ഭ്രാന്ത് കാണിക്കല്ലേ. എനിക്ക് അറിയത്തില്ല. ചേച്ചി വാ. അമ്മായി, അമ്മയുടെ ഫോണിയാ. എന്തിന്? താന്ന്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, സിദ്ധു ശരിക്കും വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ? പോയാണ് അമ്മായി അവിടുന്ന്. അമ്മയെ ഫോണിതാ. എന്തിന്? ഇവിടെ സീരിയസ് കാര്യം നടക്കുന്നു. വല്ല ഗെയിം കളിക്കാനെന്നും പറഞ്ഞു എടുത്ത് ഞാൻ തൂക്കിയെടുത്ത് അപ്പുറത്തെ വിളയിലിടുന്നില്ല. പിന്നെ വേറൊരു കാര്യത്തിന് നിന്റെ ഫോൺ റിങ് ചെയ്യുന്നു. ഫോൺ എടുക്കും. ആരാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കും. ശരിയാക്കി തരാനോ നിന്ന്. എന്താ മായി? അമ്മായി അല്ലേ ചേച്ചി? ഞാനാ. എന്താ വച്ചേ? അതെ, അളിയനൊന്നും പറയണ്ട ചേച്ചി. അളിയൻ നിരപരാധിയാ. അളിയന്റെ ഷർട്ടിൽ കണ്ട ലിപ്സ്റ്റിക്ക് ഞാൻ തേച്ചു വെച്ചതാ. ചേച്ചി, എനിക്ക് ബോറടിച്ചപ്പോ ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കളിച്ചതാ. അപ്പൊ ചേച്ചി പാറൂന്ന് വിളിച്ചോണ്ട് വന്നു. അപ്പൊ ഞാൻ പേടിച്ചു പോയി. അപ്പൊ ഞാൻ തുടച്ചതേ അളിയന്റെ ഷർട്ടിലായി പോയി. ഓഹോ, ചേച്ചിയുടെ പൊന്നുമക്കളെ അവർ തന്നെ നിൽക്കണേ. ചേച്ചി ഇപ്പൊ വരാം കേട്ടോ. അയ്യോ ശരി ചേച്ചി. അമ്മ ഇതൊന്നും ഇടിച്ചേ. എന്ത് പറഞ്ഞ? എന്ത്? ഒന്നുമില്ല, ഞാൻ ഈ നാട് വിടുവാണേ.
എന്താ? ഒരബദ്ധം പറ്റിയതാ. ആർക്ക്? പാറൂന്. ഏ? ലിപ്സ്റ്റിക്? അവള് മുറി കയറി ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പാറാന്നും പറഞ്ഞ് വിളിച്ചോണ്ട് ഇങ്ങോട്ട് കേറി വന്നതേ. അപ്പൊ അവള് പെട്ടെന്ന് അത് മറയ്ക്കാൻ വേണ്ടിട്ട് നിന്റെ ഷർട്ടിൽ തേച്ച് വെച്ചിട്ട് ഓടിയതാ. അപ്പൊ അതിനാണ് ഞാൻ ഇത്രയും കിടന്ന് അനുഭവിച്ചതല്ലേ? ഇങ്ങോട്ട് ബാ. ലെച്ചൂസിന് വന്നേ. വേണ്ടെന്നേ. ചക്കര ഞാൻ ഉമ്മ വരാന്ന്. വാ. ഇപ്പൊ വേണ്ട, പിന്നെ മതി. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. വരാന്നേ. വേണ്ടെന്നേ. വരാന്നേ. ലെച്ചൂസിന് സ്വന്തം ലിപ്സ്റ്റിക് കണ്ടാൽ പോലും തിരിച്ചറിയാനുള്ള ബോധമില്ല. ഇല്ല, അത് ബോധമില്ലായ്മയുടെ കുഴപ്പമല്ല. സ്വന്തം കെട്ടിയോന്റെ ഷർട്ടിൽ ലിപ്സ്റ്റിക് കണ്ടാലേ ഏതൊരു ഭാര്യയും അത് വേറെ ഏതൊരു പെണ്ണിന്റെ ലിപ്സ്റ്റിക് ആണെന്ന് ചിന്തിക്കുള്ളൂ. അങ്ങനെ ഞാനും ചിന്തിച്ചോളൂ. സോറി.